റോളർ സ്കേറ്റിംഗിൽ കേരളത്തിനായി മെഡലുകൾ വാരിക്കൂട്ടുന്ന ഒരു മിടുക്കിയെ പരിചയപ്പെടാം. തിരുവനന്തപുരത്ത് നിന്ന് മുടവൻ മുകൾ സ്വദേശിയാണ് ഋതുനന്ദ. സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സ്പോർട്സ് കൌൺസിലിന്റെ ഭാഗത്തു നിന്നോ ഒരു പരിഗണനയും നാളിതുവരെയും ഋതുനന്ദയ്ക്ക് ലഭിച്ചില്ല എന്നതുകൂടി പറയണം. ഋതുനന്ദയ്ക്കൊപ്പം മത്സരിച്ച് 2ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു പോയ മറ്റ് സംസ്ഥാനങ്ങളിലെ മത്സരാർത്ഥികളെ അതത് സർക്കാരുകൾ കാര്യമായി പരിഗണിക്കുമ്പോഴാണ് 1ാം സ്ഥാനം നേടിയ മലയാളി താരത്തിന് ഇത്രയ്ക്ക് അവഗണന. റോളർ സ്കേറ്റിംഗ് ട്രാക്കിലെ പെൺപുലി, നടക്കും മുമ്പ് പറക്കാൻ പഠിച്ചവൾ. കഴിഞ്ഞ 6 വർഷമായി കേരളത്തിനു വേണ്ടി സ്വർണം ഉൾപ്പെടെ നാഷണൽ മെഡലുകൾ വാരിക്കൂട്ടുകയാണ് ഋതുനന്ദ. 2.5 വയസ്സ് തൊട്ട് ആണ് തുടങ്ങിയത്. മൊത്തം ഒരു 14 to 15 years ആയി കാണും. ഫസ്റ്റ് ടൈം 2019 ബ്രോൺസ് ആണ് വിശാഖപട്ടണം നാഷണൽസ് വെച്ച്. പിന്നെ 2020 മൊഹാലി പഞ്ചാബ് നാഷണൽസ് വെച്ച് എനിക്ക് 2 ഗോൾഡ്, ഫസ്റ്റ് ടൈം അങ്ങനെയാണ് ഗോൾഡ് കിട്ടുന്നത്. പിന്നെ തുടർച്ച ഗോൾഡ്, സിൽവർ, ബ്രോൺസ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡിസംബറിൽ മൈസൂരിൽ നടന്ന നാഷണൽ മത്സരത്തിൽ 3 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി ചരിത്രം കുറിച്ചു. ഉയരങ്ങൾ കീഴടക്കി നാടിന്റെ യശസ് ഉയർത്തുമ്പോഴും ഋതുനന്ദയ്ക്ക് ഒരു പരിഭവമുണ്ട്. എൻ്റെ കൂടെ ചെയ്ത അന്യസംസ്ഥാനത്തുള്ള പിള്ളേർക്കൊക്കെ സ്വാഭാവികമായിട്ട് എന്നെക്കാളൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ എനിക്ക് വിഷമമുണ്ടാവും. അവർക്ക് കിട്ടിയതിലല്ലേ എനിക്കും കൂടെ അതേപോലെ, ഞാനൊരു മെഡൽ വിന്നറല്ലേ. ഇന്ത്യക്കായി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നതാണ് ആഗ്രഹം. പക്ഷേ അതിനായുള്ള പ്രയത്നത്തിൽ ഋതുനന്ദയ്ക്ക് സർക്കാരിന്റെ പിന്തുണ കൂടിയേ തീരൂ. ഗവൺമെൻറ് ഒരു ബാൻ ട്രാക്ക് നമുക്ക് ചെയ്തു തരികയാണെങ്കിൽ എന്തുകൊണ്ടും ഒരുപാട് സ്റ്റുഡൻസ്, റോളർ സ്പോർട്സിലുള്ള സ്റ്റുഡൻസുകൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മൾ പോയി ചെയ്യുന്നത് ഇപ്പം നമുക്ക് പെരുമ്പാവൂര്, പാലക്കാടൊക്കെ പോയി ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ കോസ്റ്റ്ലിയാണ്. നാടിന്റെ അഭിമാനമാണ് ഋതുനന്ദ. മറ്റ് കായിക ഇനങ്ങൾക്ക് ലഭിക്കുന്ന അതേ പരിഗണന റോളർ സ്കേറ്റിംഗിനും നൽകണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഋതുനന്ദയ്ക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ റിപ്പബ്ലിക് ദിനത്തിൽ.